ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഈ അവസാന മണിക്കൂറുകളിൽ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനിരിക്കുന്നത്? ഈ പറഞ്ഞ ഡാഷ്മോൺ പ്രയോഗവും രേവന്ത് റെഡ്ഡിയുടെ കത്തും അതിലെ പ്രസംഗത്തിലെ പ്രയോഗം മാത്രമല്ലല്ലോ, ഇവിടെ ഒരുപാട് വിദ്വേഷ പ്രസംഗങ്ങളും നടന്നിട്ടുണ്ട്, BJP നേതാക്കളുടെ ഭാഗത്ത് നടന്നിട്ടുണ്ട്, ചില CPM നേതാക്കളും സമാനമായ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? അല്ല, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഏതെങ്കിലും ഏതെങ്കിലും വോട്ടറെ ബാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത് പറഞ്ഞത് രണ്ട് മുഖ്യമന്ത്രിമാരാണ്, തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരാണ്. തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ, ഒരു മുഖ്യമന്ത്രി വേറൊരു മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ആളെ അധിക്ഷേപിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് സ്വയം ഒരു അധിക്ഷേപിക്കലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ശരിയായില്ലെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നേരത്തെ ചേക്കുട്ടി പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ രാഷ്ട്രീയം ഒരു ശക്തമായ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളത് BJPക്കെതിരെ ശക്തമായ ഒരു ഐക്യനിര കെട്ടിപ്പടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയാണ് BJPക്കെതിരെ യഥാർത്ഥ വെല്ലുവിളി ഉണ്ടാവുക. പക്ഷേ BJPക്കെതിരെ വെല്ലുവിളി എന്നതിനപ്പുറം ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ തെലങ്കാന ഒരു 12 വർഷം മാത്രം പ്രായമായ ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. അവിടെ പോയി വന്നവരും അത്തരത്തിലൊരു നേട്ടമുണ്ടാക്കിയ സംസ്ഥാനമാണ് എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളവുമായി അങ്ങനെ താരതമ്യമില്ല. പക്ഷേ തെലങ്കാനയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർത്തുക, ഈ പറഞ്ഞ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് BRSുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ഒരു ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു സഖ്യ രൂപീകരണത്തിലുള്ള ശ്രമമൊക്കെ പിണറായി വിജയൻ നടത്തിയിരുന്നു എന്നുള്ള അന്നത്തെ കാഴ്ചയുമാണ്. അപ്പോൾ ഒരു ശത്രുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആരാണ് ശത്രു എന്നൊരു ആലോചന വേണമല്ലോ. ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളാണ് ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും തീർക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലപ്പുറമുള്ള ശത്രുക്കളെ വേറെ എടുത്ത് കാണിക്കുകയും അവർക്കെതിരെ മാത്രം ആയുധം പ്രയോഗിക്കുകയും, നാവാണ് ആയുധം, അത് പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അല്ല, ഈ നാവ് കൊണ്ട് ആയുധം പ്രയോഗിച്ചാൽ എന്തേക്കാനാ? ഇത് പറഞ്ഞ് 2 ദിവസം നമ്മൾ ചർച്ചയൊക്കെ ചെയ്ത് പരനാറി പ്രയോഗം എങ്ങനെയാണ് ഏറ്റത് ഓർമ്മയുണ്ടല്ലോ. പരനാറി എന്നല്ലാതെ മറ്റെന്ത് വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൂടിയത് ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ 100 പ്രശ്നങ്ങൾ കേരള ജനതയുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു വിഷയം തെലങ്കാനയിലെ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു എന്ന് കരുതി അതൊരു വോട്ടാകാൻ, പിണറായി CPMനെതിരെ ഒരു വോട്ടാകും എന്ന് ചിന്തിക്കാനുള്ള രാഷ്ട്രീയ ബോധം അല്ല എനിക്കതില്ല എന്നാണ് പറയാനുള്ളത്. പക്ഷേ മുഖ്യമന്ത്രിമാർ, അതുപോലെയുള്ള ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ ഇതുപോലെയുള്ള പരസ്യ സംസാരങ്ങളിൽ, പ്രസംഗങ്ങളിൽ ഒക്കെയും ഒരു മര്യാദ കാണിക്കേണ്ടതുണ്ട്. ആ മര്യാദ ആദ്യം ലംഘിച്ചത് രേവന്ത് റെഡ്ഡിയാണ്. അത് പിന്നീട് പിണറായി വിജയനും ലംഘിച്ചു. ഇവർ 2 പേരും വാക്കുകൾ അതിക്രമിച്ച് കടന്നിരിക്കുന്നു. വാക്കുകളുടെ കാര്യത്തിൽ അത് 2 പേരും ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ദേശീയ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് എന്ന കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.